ആഷിക്ക് ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്ലോട്ട് വന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഐ കാച്ചിങ് ആയിട്ട് നമുക്ക് തോന്നുന്ന എലമെന്റ് ഇതിന്റെ നിയർ ബൈ പ്ലോട്ട്സ് ആണ്. ആക്ച്വലി ഫുൾ ഓഫ് ഗ്രീനറി ആണ്. ഒരു ഫ്യൂച്ചറിൽ ഒരു ബിൽഡിംഗ് വരാനുള്ള ചാൻസും കാണുന്നില്ല. ആൻഡ് ആൻഡ് അവന്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആഷിഖിന്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലാണ് ആക്ച്വലി ആണ്. അപ്പൊ ആ സോഷ്യൽ ഒരു ആൾക്ക് എപ്പോഴും ഗസ്റ്റും കാര്യങ്ങളും ഫാമിലി ഫംഗ്ഷൻസ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. സോ ആളുടെ മെയിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാക്സിമം ഈ ഒരു ഏരിയാസിലേക്ക് കോൺസെൻട്രേഷൻ കൊണ്ട് വെന്റിലേഷൻസും കാര്യങ്ങളും വെളിച്ചവും കാറ്റും എല്ലാം കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യാണ്. ബാക്കി ബെഡ്റൂംസ് പ്രൈവറ്റ് ആയിട്ട് ഏരിയ ആക്കി നൈറ്റിൽ മാത്രം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനൊരു പെർഫെക്റ്റ് ആയിട്ടാണ് പ്ലോട്ട് തോന്നിയത്. നമുക്ക് നമ്മുടെ ഒരു പാഷൻ എന്ന് പറയുന്ന സൈഡ് നമ്മൾ കൊടുത്തേക്കുന്നത് സൺറൈസ് കിട്ടുന്ന രീതിയിലാണ്. രാവിലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മോർണിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുകയും അവിടെ തന്നെ നമുക്ക് ഡൈനിങ് സ്പേസ്, അതേപോലെ ലിവിംഗ് റൂം, ഒരു വലിയ പാഷൻ സ്പേസ്, അതേപോലെ സിറ്റ് ഔട്ട് എല്ലാം ഒരു ഫുള്ളി ഒരു പകൽ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നേച്ചറിന് അതേപോലെ ഒപ്പാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിൽ മേജർ ചലഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ ആളുടെ ഡിസൈൻ കൺസെപ്റ്റ് ആണ്. പുറമേ നോക്കുമ്പോൾ കൊളോണിയലും ഉള്ളിലേക്ക് എത്തുമ്പോൾ ബൊഹീമിയനും ട്രഡീഷണലും മോഡേണിന്റെ ഒരു കോമ്പിനേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. കാരണം ഇതെല്ലാം പെർഫെക്റ്റ് ബാലൻസിൽ പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും. സോ നമ്മൾ ആദ്യം ചെയ്തത് ലിവിംഗ് റൂമും കുറച്ച് ഏരിയാസും എന്ത് ചെയ്തു ബൊഹീമിയനിലേക്ക് പിടിച്ചു. കടമുറ്റം എന്ന് പറയുന്നത് നമുക്ക് ട്രഡീഷണലിലേക്ക് പിടിച്ചു. പിന്നെ ബെഡ്റൂംസും കാര്യങ്ങളും മോഡേണിലേക്ക് പിടിച്ചു. പിന്നെ ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ക്ലയന്റിന്റെ വൈഫ് പാത്തു നമ്മൾ വിളിക്കും. ആളുടെ ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട് ആണ്. അപ്പോൾ ആളൊരു ആർട്ടിസ്റ്റ് ആണ്. സോ ആൾക്ക് പെയിന്റ് ചെയ്യാനും കാര്യങ്ങൾക്കും അതേപോലെ ആശുപത്രികൾ വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ടൊരു വലിയ സ്റ്റഡി ടേബിൾ, അവിടെ എല്ലാവരുടെയും നോട്ട് എടുക്കുന്ന രീതിയിലും കുട്ടികൾക്കാണ് സ്റ്റഡി ടേബിൾ, അങ്ങനെ ഒരു സ്പേസ് ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സെൻട്രൽ ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഒരേ സ്പേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്റ്റർബൻസ് കൂടാണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.